നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ യാതൊരു തരത്തിലും വിടാനുള്ള ഉദ്ദേശം ഇഡിക്കില്ല. ഇപ്പോൾ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതോടെയാണ് കോടതിയുടെ നടപടി. മാർച്ച് 21 രാത്രിയോടെ ഇഡി കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പ്രാഥമിക കസ്റ്റഡി മാർച്ച് 28 അവസാനിച്ചെങ്കിലും ഇഡിയുടെ ആവശ്യപ്രകാരം ഡൽഹി റൌസ് അവന്യൂ കോടതി കസ്റ്റഡി കാലാവധി ഇന്ന് വരെ നീട്ടുകയായിരുന്നു. അതേസമയം അറസ്റ്റിനെതിരെ കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തന്റെ മൌലിക അവകാശം ലംഘിക്കപ്പെട്ടെന്ന് ആരോപിച്ചാണ് കേജ്രിവാൾ കോടതിയെ സമീപിച്ചത്. ഇതിൽ ഡൽഹി ഹൈക്കോടതി ഇഡിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏപ്രിൽ 2 മറുപടി നൽകണമെന്നും ഏപ്രിൽ 3 വിചാരണ ആരംഭിക്കുമെന്നാണ് കോടതി അറിയിച്ചത്. കഴിഞ്ഞ ദിവസം മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഫോണിലെ വിവരങ്ങൾക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആപ്പിൾ കമ്പനിയെ സമീപിച്ചിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കേജ്രിവാൾ പാസ്വേഡ് കൈമാറിയില്ല. ദിവസവും 5 മണിക്കൂറോളമാണ് കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവഴിക്കുന്നതിനെ കുറിച്ച് തനിക്ക് കാര്യമായ അറിവില്ലെന്നും കേജ്രിവാൾ പറഞ്ഞതായാണ് സൂചന. ഡൽഹി മന്ത്രി അതിഷിയിലേക്കും അന്വേഷണം നീണ്ടേക്കും. പാസ്വേഡ് കൈമാറാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറാകാതിരുന്നതോടെയാണ് ഫോൺ പരിശോധിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും ഇഡി ആപ്പിൾ കമ്പനിയെ സമീപിച്ചത്. പിടിച്ചെടുത്ത 4 ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും ഡിജിറ്റൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അറസ്റ്റിലായ ദിവസം തന്നെ കേജ്രിവാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സഖ്യ നീക്കങ്ങളും ചോരുമെന്ന് വാദിച്ചാണ് കേജ്രിവാൾ പാസ്വേഡ് കൈമാറാത്തത്. പാസ്വേഡ് ഇല്ലാതെ വിവരങ്ങൾ ലഭിക്കില്ലെന്നാണ് ആപ്പിൾ കമ്പനി വ്യക്തമാക്കിയത്. തന്റെ കയ്യിൽ ഇപ്പോഴുള്ള ഫോൺ കഴിഞ്ഞ 1 വർഷമായി മാത്രം ഉപയോഗിക്കുന്നതാണെന്നും മദ്യനയം രൂപീകരിക്കപ്പെട്ട സമയത്ത് ഉപയോഗിച്ചിരുന്നത് മറ്റൊരു ഫോണായിരുന്നുവെന്നും കേജ്രിവാൾ ഇഡിയെ അറിയിച്ചു. കേജ്രിവാളിനെ മനീഷ് സിസോദിയുടെയും മുൻ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ളവർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തു. പലതവണ നോട്ടീസ് ലഭിച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നും കേജ്രിവാൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് കേജ്രിവാളിന് അറിയാമായിരുന്നുവെന്ന ആം ആദ്മി പാർട്ടി ദേശീയ ട്രഷറർ ND ഗുപ്തയുടെ മൊഴി കേജ്രിവാൾ നിഷേധിച്ചതായും ഇഡി വൃത്തങ്ങൾ പറയുന്നു. മദ്യനയ കേസിൽ മന്ത്രി കൈലേഷ് ഗെഹ്ലോട്ടിനെ 5 മണിക്കൂറോളമാണ് ഇഡി ചോദ്യം ചെയ്തത്. മദ്യനയം രൂപീകരിച്ച മന്ത്രിതല സമിതിയിൽ അംഗമായിരുന്നു കൈലാഷിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ആം ആദ്മി പാർട്ടി മാധ്യമ വിഭാഗ മുൻ മേധാവിയും കേസിലെ പ്രതിയുമായ വിജയ് നായർ താമസിച്ചിരുന്നത്. CBIയും കേജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. അഴിമതി പണത്തിൽ 45 കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചുവെന്നാണ് ഇഡി വാദം. ഗോവ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഡൽഹി മന്ത്രി അതിഷിക്കായിരുന്നു. അതിഷിയിലേക്കും അന്വേഷണം നീണ്ടേക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഏതായാലും ഇഡി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ശക്തമായി തന്നെ മുൻപോട്ട് പോവുകയാണ്. കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്.